വെൽക്കം. ഐ നോ. സോ നിങ്ങൾ എൻ്റെ ഒരു ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും. സോ അത് അറിഞ്ഞിട്ടായിരിക്കും എൻ്റെ വീഡിയോ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഈസ് സാമുവൽ ജേക്കബ്സൺ ആൻഡ് ഞാനൊരു +1 സ്റ്റുഡൻ്റാണ്, ഹ്യൂമാനിറ്റി. സോ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ അതിന് ആൻസർ, എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്ത്? മാർക്ക് കുറഞ്ഞിട്ടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്? അല്ല, എനിക്ക് A+ ഉണ്ടായിരുന്നു, 2 A ഉണ്ടായിരുന്നു, 1 C ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ വൈ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത്? ബിക്കോസ് ഈ ഹ്യൂമാനിറ്റീസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. സോ കുറേ ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നോട്, എന്തിനാ ഹ്യൂമാനിറ്റീസ് എടുത്ത്? ഹ്യൂമാനിറ്റീസ് സ്കോപ്പ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിക്കാത്ത ആൾക്കാർ എടുക്കണേ. അത് കറക്റ്റാണ്. ഹ്യൂമാനിറ്റീസ് മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. അത് കറക്റ്റാണ്. കാരണം എൻ്റെ ക്ലാസ്സിൽ തന്നെ അധികം ആൾക്കാരും മാർക്ക് കുറഞ്ഞത് കൊണ്ടാണ് അവർക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടിയത്. സോ ചില ആൾക്കാർക്ക് ട്രാൻസ്ഫർ അടിച്ച് വേറെ കോഴ്സ് സ്ട്രീംസ് എടുക്കുന്നുണ്ട്, കോമേഴ്സ് അങ്ങനെയൊക്കെ. സോ അത് കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞതിൽ ഒന്ന് കറക്റ്റാണ്. ഹ്യൂമാനിറ്റീസ് എന്ന സ്ട്രീം മാർക്ക് കുറഞ്ഞവരെടുക്കുന്നത്, ബട്ട് എന്ന് കരുതിയിട്ട് അത് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന വ്യക്തികളുണ്ടാവും. സോ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എന്ന സബ്ജക്റ്റ് ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസിലേക്ക് എടുക്കുക. ഞാൻ അതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നു. കാരണം എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നത് സോഷ്യൽ സയൻസ് ആയിരുന്നു. സോ എനിക്ക് 8ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുള്ളൂ. സോ ആ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഇപ്പോൾ ഈ വർഷം നടന്നു. ഞാൻ ഹ്യൂമാനിറ്റീസ് എന്ന സബ്ജക്റ്റ് എടുത്തത്. ആൻഡ് എനിക്ക് അതിലൊരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഇഷ്ടം കൊണ്ട് തന്നെ എടുത്തത്, പൂർണ്ണ എൻ്റെ സമ്മതത്തോടു തന്നെ. പക്ഷേ ഈ കാര്യം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ പോലും എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തു. സോ മറ്റൊരു ഒപ്പീനിയൻ ഐ ഡോണ്ട് ഗിവ് എ എഫ്. സോ എങ്ങനെയാണ് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സസ്? എൻ്റെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ടീച്ചേഴ്സ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ടീച്ചേഴ്സൊക്കെ മറ്റേ അമ്മമാരൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, പ്രായം ആയിട്ടുള്ള ആളുകളുണ്ട്. എക്സൊക്കെ കുഴപ്പമില്ല. എല്ലാ ടീച്ചേഴ്സും എനിക്ക് നോർമലായിട്ട് ഫീൽ ചെയ്ത്. അങ്ങനത്തെ അധികം അങ്ങ് ചൊറിഞ്ഞ ടൈപ്പല്ല, തലേ കയറി ചൊറിയുന്ന ഒരു ടൈപ്പല്ല. സോ അതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് രണ്ടാമത്തെ കാര്യം, ക്ലാസ്മേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും വൃത്തികെട്ട ജന്തുക്കളെ നിങ്ങൾ എവിടെയും കാണില്ല. ചൊറി പിടിച്ച നായിൻ്റെ ഒക്കെ സ്വഭാവമായി വിറ്റകൾ കാര്യമായിട്ട് പറയാം. ചൊറി പിടിച്ച നായ്ക്കളൊക്കെ സ്വഭാവം ചില ആൾക്കാർ നല്ല രീതിയിലാണ് കേട്ടോ എൻ്റെ അടുത്ത്. പക്ഷെ ചില ആൾക്കാർ എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. എനിക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാം. അവർക്കായിരിക്കും താടിയും ഇഷ്യൂ ഇല്ല, എനിക്ക് താടിയും ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ കാരണം ബട്ട് അവരെന്നെ അത് ഇതാക്കൂല. ബിക്കോസ് ഞാൻ ഇഗ്നോർ ചെയ്യും. ബിക്കോസ് എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാണ്ട്, എന്നിട്ടാണ് ഞാൻ അവരെ ഒപ്പീനിയൻ ചിന്തിക്കുന്നത്. സോ ക്ലാസ്മേറ്റ്സ് എനിക്ക് ഇഷ്ടമില്ല. അതിന് സ്കൂളിനെ പറ്റി പറഞ്ഞ് ഒരു 1.5 അടിപൊളി സ്കൂളാണ്, കാര്യമായിട്ട് അടിപൊളി സ്കൂളാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെ ഞാൻ എടുത്തത്. കാരണം കുറേ ഈ സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സോ +1 +2 ഈ സ്കൂളിൽ തന്നെ ആവണമെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം. സോ ഞാൻ ഈ സ്കൂളിൽ എനിക്ക് കിട്ടി. ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ബിക്കോസ് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ട്രീമും ആഗ്രഹിച്ച ഒരു സ്കൂൾ തന്നെ എനിക്ക് കിട്ടിയത്. സോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് വേറെ പറയാനുള്ള കാര്യമാണ് സീനിയേഴ്സ് റാഗിങ് ഒക്കെ ഉണ്ടോ? ഇപ്പോൾ എൻ്റെ ക്ലാസ്സസൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം ആവാനായി. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ഇനി പ്രോബ്ലം വരാതിരിക്കട്ടെ. ഞാൻ സീനിയേഴ്സിനായിട്ട് സംസാരിക്കും. പക്ഷേ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന സീനിയേഴ്സ് ഉണ്ട്. +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് നല്ല രീതിയിലാണ് കേട്ടോ. എനിക്ക് ഒരു ഫ്രണ്ടൊക്കെ കിട്ടി അവിടെ. സോ സംഹൗ ഇറ്റ്സ് ഗുഡ്. ആളുകൾ എപ്പം വേണമെങ്കിൽ മാറും. സോ ഇതാണ് എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഈ തംബ്നെയിൽ കണ്ടിട്ടുണ്ടോ? സോ വേറൊരു കാര്യം വെച്ചാൽ നിങ്ങളും ഇന്നെ പോലെ തന്നെ +1ലോ +2ലോ ഓർ കോളേജ് സ്റ്റുഡൻസോ ഉള്ളതായിരിക്കും. ഓർ നിങ്ങൾ +1 +2 എടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ 10th പഠിക്കുന്ന, 9th പഠിക്കുന്ന, 8th പഠിക്കുന്ന, ഏതോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്മേറ്റിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞാലോ? എങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. സോ ഇനി മുതൽ പറയാൻ പോകുന്നത് എൻ്റെ ഈ ഒരു 1.5 മാസം തുടങ്ങി ഈ സ്കൂളിനായിട്ട് ഉണ്ടായ എൻ്റെ നല്ല എക്സ്പീരിയൻസും ചീത്ത എക്സ്പീരിയൻസും അങ്ങ് മിക്സ് ചെയ്ത് ഞാൻ പറയാൻ പോവാം. സോ നമുക്ക് കേൾക്കാം. സോ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, സംഹൗ ഞാൻ ആ സ്കൂളിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്. അത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടൊന്നുമല്ല. അവർക്ക് ആർക്കും അറിയാം എനിക്ക് ഒരു യൂട്യൂബ് ചാനലുള്ള കാര്യം തന്നെ. അവരാരും അറിയാൻ വേണ്ട. കാരണം അവരൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ഒരു തേങ്ങാക്കോലും കിട്ടാൻ പോകുന്നില്ല. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. രണ്ടാമത്തെ കാര്യം, സംഹൗ ഞാൻ ഫേമസ് ആണ് എൻ്റെ സ്കൂളിൽ. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു കാര്യം പറ്റും, ചിലപ്പോൾ എൻ്റെ ഈ ഒരു ജെനറ്റിക്സ് കൊണ്ടായിരിക്കും. കാരണം എനിക്ക് താടിയും മീശുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തനിക്ക് പോലും താടിയും മീശുമില്ല. അതിന് ഒറ്റക്ക് പോയിട്ടില്ല. സ്കൂളിൽ അധികം ആർക്കും ഇല്ല തോന്നുന്നു. +2ത്തെ ചെക്കന്മാർക്കാണ് കൂടുതലുള്ളത്. എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല താടി മീശുണ്ട്. അത് അവർക്ക് തീരെ ഇഷ്ടമില്ല. അവർ അയ്യോ നീ താടി മീശു
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, സോ ഇതിന്റെ മെയിൻ ടോപ്പിക് നമ്മുടെ ഈ വീഡിയോയിൽ നിന്നത് ഹൗ ടു ബി അൺബോതേർഡ് ബിച്ച്. സോ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊരു ബാഡ് ബിച്ച് ആവണമെങ്കിൽ ഞാൻ അതിൻ്റെ ബേസിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടാം. കമൻറ്റ് ഇട്ടാലിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും, അത് വേറെ കാര്യം. സോ ബിച്ച് എന്ന് വാട്ട് ഈസ് ടേം ഓഫ് ബിച്ച്? ബിച്ചിന്റെ മലയാളം എന്നത് ഒരു ഫീമെയിൽ ഡോഗിനെ വിളിക്കുന്നതാണ് ബിച്ച് എന്നത്. ബട്ട് ഫോർ ദ ജെൻസി സ്ലാങ് ഈസ് ഫോർ കവറേജ്. നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ബിച്ചാണ് ഫോർ ദ ഐ ഓഫ് ദ സൊസൈറ്റി നിങ്ങളൊരു ബിച്ചായിട്ട് കാണും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ബിച്ചാവണം. കാരണം ബിച്ചായാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പാൽക്കുപ്പികളും അതുപോലെ ഈ പീപ്പിൾ പ്ലീസസും സൊസൈറ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴും അവർക്ക് സന്തോഷമില്ലാത്ത ജീവിതം അവർക്ക് കിട്ടുന്നത്. കാരണം എന്താ? അവരുടെ ഇഷ്ടത്തിനല്ല ജീവിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്, അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്തത്. ബട്ട് ഇപ്പോൾ സൊസൈറ്റീൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഹ്യൂമാനിറ്റീസിന് പകരം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ സയൻസ് എ, സയൻസ് ബി, കൊമേഴ്സ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുക? എനിക്ക് സന്തോഷം ഉണ്ടാവും? നെവർ. എനിക്ക് സന്തോഷം കിട്ടൂല. കാരണം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട സ്ട്രീമും തിരഞ്ഞെടുത്തത്. ബിക്കോസ് ഞാനൊരു ബാഡ് ഫക്കിംഗ് ബിച്ചാണ്. ഞാൻ മറ്റുള്ള ഒപ്പീനിയൻ അനുസരിച്ചല്ല ജീവിക്കണേ. എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ നിലവാരം, എൻ്റെ നിലപാട് അതനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂ. ആൻഡ് മൈ ഫാമിലി നോസ് ദാറ്റ്. ബിക്കോസ് ഞാൻ എടുത്ത ഡിസിഷൻ വളരെയധികം നല്ല ഡിസിഷൻ ആണ്, എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് വൈ ഐ എം ഹാപ്പി. ബിക്കോസ് ഞാൻ ഹാപ്പിയാണ് ഹ്യൂമാനിറ്റീസ് എന്ന സബ്ജക്റ്റ് സ്ട്രീം ചൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യം ഹിസ്റ്ററി എന്ന, എനിക്ക് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് പാസ്റ്റിനെ പറ്റി അറിയാനൊക്കെ വളരെയധികം ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഹ്യൂമാനിറ്റീസ് എന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ബട്ട് വാട്ട് അബൌട്ട് യു? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റി പറഞ്ഞ ഒരു കാര്യമാണ്, തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും തോക്കുള്ളൂ. ആക്ച്വലി അല്ല, തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും അവരുടെ ജീവിതത്തിൽ സക്സസ് അച്ചീവ് ചെയ്യുന്നത്. കാരണം നമ്മളെ ഇഷ്ടം നോക്കിയിട്ട് നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടമല്ല നമ്മളെ ഇഷ്ടം എന്നത്. കാരണം മറ്റുള്ളവരുടെ ഇഷ്ടം അത് അവരുടെ ലൈഫിൽ അവർ അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടം നമ്മളെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദ തിങ്. ദാറ്റ് ഈസ് യു വാണ്ട് ടു ബി എ ബിച്ച്. സോ ബട്ട് എന്നാലും നമ്മളെ ഇഷ്ടത്തിന് ജീവിച്ചാലും വേറെ കുറേ കീടാണുക്കൾ ഉണ്ടാവും. അത് ആണായാലും പെണ്ണായാലും ഇതിലൊക്കെ ഉണ്ടാവും കീടാണുക്കൾ. നിങ്ങൾ പറയൂ, പെൺകുട്ടികളാണ് അധികം കീടാണുക്കൾ. നോ, ബോയ്സിനുണ്ട് കീടാണുക്സ്. സോ നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എങ്ങനെ നിങ്ങൾക്ക് ഇത്തിരി ബോദറിങ് ആവുന്നത്? കാരണം നിങ്ങൾ അവരുടെ ഒപ്പീനിയൻ സ്വീകരിച്ചിട്ട്, കാരണം അവരുടെ ഒപ്പീനിയൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും സ്വീകരിക്കാൻ വേണ്ടി. ബട്ട് എങ്ങനെ അത് സ്വീകരിക്കാതെ ഇരിക്കാം? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ മുഖത്തിനെ പറ്റി പറയാം, നിന്റെ മുഖം നായി നക്കിയ മുഖമാണെന്ന് ഇപ്പോൾ ഒരാൾ നിന്നോട് പറയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ എൻ്റെ മുഖം ഇത്തിരി വൃത്തിട്ട മുഖമാണ്, എൻ്റെ മുഖം കാണാൻ രസമില്ല, അയ്യോ എൻ്റെ മുഖം രസമില്ല, കക്ക. ബട്ട് നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഈ കാര്യം ചിന്തിക്കോ? ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എക്സാമ്പിൾ ഇമാജിൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഇതേ വ്യക്തി വന്നിട്ട് നിങ്ങൾ പറയും നിന്റെ മുഖം നായി നക്കിയ മുഖമാണ്. അപ്പം നിങ്ങളത് സ്വീകരിക്കോ? ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ ഈ ചെവിക്കൂടി വിടയിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബിസിനസ് ഫോക്കസ് ചെയ്യും. മേ ബി നിങ്ങൾ ആ ദിവസം തന്നെ ആ ഒരു ടോപ്പിക്ക്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് മറന്നു പോയിട്ട്. അതെങ്ങനെയാണ്? കാരണം ഇറ്റ്സ് അബൌട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇമ്മാതിരി ടൈപ്പ് ഓഫ് ഒപ്പീനിയൻസും സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് വരുന്നത്. അപ്പം നിങ്ങൾ വെച്ചാൽ, പക്ഷേ ഒരു കാര്യം പറയട്ടെ, ചില ആൾക്കാരുണ്ടാവും ഇമ്മാതിരി ഒപ്പീനിയൻസും സ്റ്റേറ്റ്മെന്റ് വരാതിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിൽക്കുന്ന ഈ സൊസൈറ്റിയിൽ നിന്ന് പറ്റ പോക്കാണ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വെച്ചാൽ ഈ സൊസൈറ്റി എത്ര നല്ല സൊസൈറ്റി ആണെന്നാ തേങ്ങയുടെ കൊലാണ്. സൊസൈറ്റി ഒരു വൃത്തികെട്ട സൊസൈറ്റിയാണ്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാനെക്കാണ്ടി വളരെയധികം വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുന്ന പല മനുഷ്യരും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. സൊസൈറ്റി ഒരിക്കലും നല്ലതല്ല. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുക ഈ സൊസൈറ്റി നിങ്ങൾക്ക് സക്സസ് നേടിത്തരും എന്ന് ഒരിക്കലും വിചാരിക്കുക. കാരണം സൊസൈറ്റി എന്നൊരു നെഗറ്റീവ് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ. ഇതെന്നത് റിയാലിറ്റിയാണ് ഇത്. കാരണം സൊസൈറ്റി എന്നത് നെഗറ്റീവ് മാത്രമേ നിങ്ങൾ തരുള്ളൂ. കാരണം ഈ സൊസൈറ്റിയിൽ നിങ്ങൾ താമസിക്കുന്നെങ്കിൽ, ഈ സൊസൈറ്റിയിൽ നിന്ന് മാറുന്നെങ്കിൽ, നിങ്ങൾ ഏത് സൊസൈറ്റി പോയാലും ഈ ലോകത്തിൽ എവിടെ പോയാലും ഇതുപോലത്തെ സൊസൈറ്റീസ് ഉണ്ടാവും. കാരണം സൊസൈറ്റി ഒരിക്കലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ട് വന്ന് തരൂല. അതുപോലെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അവർ പറഞ്ഞ പോലെ ജീവിക്കേണ്ടി വരും. എന്ന് തികച്ചും പറഞ്ഞ ഒരു അടിമത്തം. പക്ഷെ അത് നമുക്ക് പറ്റൂല. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അവരുടെ ഫ്രീഡം ഉണ്ട്, ഇൻഡിവിജ്വൽ ചോയ്സ്. ആ ഒരു ഇൻഡിവിജ്വാലിറ്റി വിട്ടിട്ട് ഒരു കളിയും നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. ഒരു വ്യക്തി അങ്ങനെ കളിക്കരുത്. സെൽഫ് റെസ്പെക്ട് പറഞ്ഞ സംഭവമാണ്. സോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാറാൻ പറ്റില്ല. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറില്ല. ചില ആൾക്കാർ വിചാരിക്കും, ഇത് ഞാൻ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ ഇങ്ങനെ പറയൂല, അവരങ്ങനെ പറയൂല. നിങ്ങൾ എന്തിനാ മാറുന്നേ?
മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാണോ? ലൈക്ക് അവർക്ക് വേണ്ടി നിങ്ങൾ മാറുമ്പോഴാണ് അവർ വിചാരിക്കുക, ഓ ഞാൻ പറഞ്ഞത് സക്സസ് ആയുള്ള തോട്ട് അവർക്ക് വരും. നിങ്ങൾ എന്തിനാ മാറണേ? നിങ്ങൾ എന്തിനാണ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മാറണേ? ഒരു മൈലിന് വേണ്ടി നിങ്ങൾ മാറരുത്. കാരണം ഇത് നിന്റെ ജീവിതമാണ്, മറ്റുള്ളൊരു ജീവിതമല്ല. മനസ്സിലാക്കുക. ഇത് നിന്റെ ജീവിതം. നിന്നെ കണ്ട ആൾക്കാർ പലതും പറയും. നീ മരിക്കും വരെ നീ മരിച്ചു കഴിഞ്ഞാലും നിന്നെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. കാര്യമായിട്ടു അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പറ്റ പോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ എങ്ങനെയാണ് നമുക്ക് ഈ അൺബോധേഡ് ആവാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഇസ് എ ഫോക്കസ് ഓൺ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിലെ ഫോക്കസ് എന്താ? ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ഫോക്കസ് ഇല്ലാതെ ഇതൊക്കെ ഇങ്ങനെ അൺബോധേഡ് ആവുക. ഒരു കാര്യം പറയട്ടെ, ഒരു ടൈപ്പ് ഓഫ് സൂപ്പർ പവർ പോലെയാണ് ഈ ചെവി കൂടെ വിട്ടിട്ട് ഈ ചെവി കൂടെ വിടാന്ന്. അത് എസ്പെഷ്യലി നമ്മളെ പറ്റി പറയുന്ന നെഗറ്റീവുകൾ. ഒരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും പോസിറ്റീവിനെക്കാളും കൂടുതൽ നെഗറ്റീവാണ് നമ്മളെ പറ്റിയും ചിന്തിക്കാം, റൈറ്റ്? അതന്നെ. കാരണം ഒരു വ്യക്തി ഇപ്പം നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസമല്ല, മേ ബി ആ ഒരു ആഴ്ച മൊത്തം അതന്നെ ചിന്തിക്കും. ഓ എന്താ അവൻ അങ്ങനെ പറഞ്ഞു, എന്താ അവൾ അങ്ങനെ പറഞ്ഞു, എന്നെ കാണാൻ സൗന്ദര്യമില്ല, എൻ്റെ മീശ കുഴപ്പമില്ല, എൻ്റെ മുടി അങ്ങനെയാണോ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മറ്റേതാണ് മറിച്ചതാണ്. എങ്ങനെയാണ് അൺബോധേഡ് ആവുക? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി സെൽഫ് ലവ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് വേണം. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളെ ഒരു വിശ്വാസം, എല്ലാവരും പറയുന്ന കാര്യം നമ്മളെ വിശ്വസിക്കുക അല്ല, സെൽഫ് ലവ് വേണം. ലൈക്ക് നമുക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നു, ഇഷ്ടം ടു അവർ സെൽഫ്. നമുക്ക് കണ്ട ഏതോ പെമ്പിള്ളാരെയും കണ്ട ചെക്കന്മാരോടൊക്കെ ഇഷ്ടം തോന്നുന്നു. ഒരിക്കലെങ്കിൽ നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എപ്പോഴും കണ്ണാടി നോക്കിയ സമയത്ത് നമുക്ക് നമ്മളോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? തോന്നൂല. കാരണം നിന്റെ ഉള്ളിൽ മൊത്തം നിന്നെ പറ്റി നെഗറ്റീവ് ആയതുകൊണ്ടാണ്. കാരണം നീ നിന്നെ കുറിച്ച് പോസിറ്റീവ് ചിന്തിക്കാറുണ്ടോ? അതാണ് കുഴപ്പം. നീ പോസിറ്റീവ് ചിന്തിച്ച ഒരു കാര്യം പറയട്ടെ, ഈ ആളുകളുടെ സ്വഭാവം നിനക്ക് മാറ്റാൻ പറ്റൂല, പക്ഷെ നിന്റെ മൈൻഡ് സെറ്റ്, നിന്റെ കാഴ്ചപ്പാട്, നിന്റെ പെർസ്പെക്റ്റീവ് നിനക്ക് മാറ്റാൻ പറ്റും. ബട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയില്ല, നിനക്ക് വേണ്ടി പോസിറ്റീവായിട്ട്. അതിനെ പോസിറ്റിവിറ്റി ക്യാൻ ലീഡ് ടു സക്സസ്. ഒരു നെഗറ്റീവ് ചിന്ത ഒരിക്കലും സക്സസിലോട്ടേക്ക് കൊണ്ടെത്തിക്കൂല. പോസിറ്റീവാ. സോ സെൽഫ് ലവ് വേണം. നമ്മൾ തന്നെ ഇഷ്ടപ്പെടണം. ഐ നോ ഇത് ഈ സെൽഫ് ലവ് പറഞ്ഞ സംഭവം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സംഭവം ഒന്നല്ല. ഇറ്റ്സ് ഗ്രാജുവൽ പ്രോസസ്സാണ്. കാരണം ഇത് നമ്മളെ മൈൻഡിൽ, നമ്മളെ ന്യൂറോളജിക്കൽ ബ്രെയിനിനെ അഡാപ്റ്റ് ചെയ്തെടുക്കണം. സോ ഇറ്റ്സ് ടേക്ക് ഫക്കിംഗ് ടൈം, സമയമെടുക്കും സെൽഫ് ലവ് അറിയാൻ. പക്ഷെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ്, ലൈക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇഷ്ടക്കേട് എന്താണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതാ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവാക്കിയാൽ തുടങ്ങി. അങ്ങനെ തന്നെ നമുക്ക് സെൽഫ് ലവ് ഗ്രാജുവലി അങ്ങ് ഉണ്ടായി വരും. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറരുത്. നമുക്ക് നമ്മളോട് സെൽഫ് ലവ്, നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളെ പറ്റി എന്ത് കുറ്റം പറഞ്ഞാലും നിങ്ങൾക്കത് ബോധർ ചെയ്യുന്ന കാര്യമല്ല. സീരിയസ്ലി. കാരണം അത് നിങ്ങൾ ബോധറുടെ ആവില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമാണ് ഈ സെൽഫ് ലവ്. പക്ഷെ എങ്ങനെ സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യുക? ഇറ്റ്സ് അബൌട്ട് യു. അത് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ സെൽഫ് ലവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് നിങ്ങൾ എന്നാലും ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. സോ ഇത് ഞാൻ എവിടെ സെർച്ച് ചെയ്തുണ്ടാക്കിയ ഐഡിയാസ്, ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് അഡാപ്റ്റ് ചെയ്ത ഐഡിയകളാണ്. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യോ ഐ ഡോണ്ട് നോ. ബട്ട് ഞാൻ എന്നാൽ പറഞ്ഞിരിക്കും ഞാൻ. പക്ഷെ പറഞ്ഞ് നിങ്ങൾ ചെയ്യോ, മേ ബി ചെയ്യും, മേ ബി ചെയ്യില്ല. പക്ഷെ ചെയ്താലോ ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും, ചിലപ്പോൾ ഗുണം ഉണ്ടാവും. എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ബട്ട് സെൽഫ് ലവിന് ഒരിക്കലും നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. സെൽഫ് ലവിന് നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതൊരു തെറ്റല്ല, അതൊരു നല്ല കാര്യമാണ്, അതൊരു ഗുണമാണ് ആക്ച്വലി. കാരണം നമ്മളെ തന്നെ ലവ് ചെയ്യണം. ഇപ്പം എന്തൊരു മിസ്റ്റേക്ക് നമ്മളിലുണ്ടാകും, നമ്മൾ പറയണം അത് കുഴപ്പമില്ല, അറിയാതായതല്ലേ, ഞാൻ ആക്കൂല, സ്വയം പറയണം. അതാ വേണ്ടി നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. നമ്മളൊരു കുട്ടികളാണ്. നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സാണെങ്കിൽ പോലും നിങ്ങളൊരു കുട്ടിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. കാര്യമായിട്ടു ആ കുട്ടീനെ നിങ്ങൾ സ്നേഹിക്കണം. സീരിയസ്ലി. നമ്മൾ പുറമെ നമ്മളല്ലാതെ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. നിങ്ങൾ ആ ഒരു കുട്ടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ തന്നെ നെഗറ്റീവ് പറഞ്ഞ സമയത്ത് ആ കുട്ടിക്ക് ഹേർട്ട് ചെയ്യുക കൂടുതൽ. ഒരിക്കലും നമ്മളെ പറ്റി നെഗറ്റീവ് പറയരുത്. ഈ നെഗറ്റീവ് പറഞ്ഞ നേരം കൊണ്ട് ആ പോസിറ്റീവ് പറഞ്ഞ ആ കുട്ടിക്ക് സന്തോഷം കിട്ടും. സീരിയസ്ലി. നമ്മളെല്ലാവരും ചെറിയ കുട്ടികൾ തന്നെയാടാ. അതായത് നമുക്കൊക്കെ ഇംപെർഫെക്റ്റ്ലി നമ്മൾ പെർഫെക്റ്റ് അല്ലേ? നമ്മളെല്ലാവരും ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആണ്. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണ്. ഞാനായാലും ഈ വീഡിയോ കാണുന്ന നീ ആയാലൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെന്താ കുഴപ്പമോ? ഒരിക്കലും ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് അബൌട്ട് ലൈക്ക് പോസിറ്റിവിറ്റി. നമ്മൾ ഇന്ന് ഞാൻ പറയുന്നത് കണ്ണാടി നോക്കി എഴുതുന്നതിന് നോക്കി ഐ ലവ് യു സോ മച്ച് അത് പറയാതെ. പക്ഷെ കണ്ണാടി നോക്കി പറഞ്ഞ ആക്ച്വലി നല്ലതാണ് കേട്ടോ. പക്ഷെ അത് എങ്ങനെയാ വെച്ചാൽ അതിനായിട്ട് നിൽക്കരുത്. ഒരു 5 minutes മാത്രം. സീരിയസ്. ഞാൻ എൻ്റെ ഐഡിയ കേട്ടോ പറയണത്. നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അതൊന്നല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്ത സെൽഫ് ലവ് മെത്തേഡ്സാണ് പറയണത്. ഇറ്റ്സ് അബൌട്ട് ലൈക്ക് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാവും, നമ്മൾ ഇംപെർഫെക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളെ പറ്റി കുറേ ആൾക്കാർ കുറ്റം പറയും.
ബട്ട് ഒരിക്കലും അത് നമ്മളെ നമുക്ക് ഹേർട്ടാവാൻ നമ്മൾ നോക്കുക. ഹേർട്ടായാൽ പോലും ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, അതാണ് വേണ്ടി, അതാണ് സെൽഫ് ലവ്. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഞാനും നിങ്ങളൊക്കെ കുട്ടികളാണ്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി സീരിയസ്ലി നമ്മൾ പറയും, ഞാൻ ഇത്ര പെർഫെക്റ്റിൽ എനിക്ക് അവളെ പോലെ ആവണം, അവനെ പോലെ. ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ പോലെ ആവാൻ കഴിയൂല. ഇറ്റ്സ് അബൌട്ട് യു ആൻഡ് മീ ആൻഡ് യുവർ സെൽഫ്. സോ സെൽഫ് ലവ്. നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവ് എന്നത്. ഐ എം റൈറ്റ്? സോ ആ ഒരു നെഗറ്റീവ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു നോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ മറ്റേ നോട്ടിൻ്റെ സംഭവം ഉണ്ടാവുമല്ലോ, അതിലെല്ലാം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും, കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൂടുതൽ സെൽഫ് ഡിസ്കവർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എനിക്കറിയാം നിങ്ങൾ ഒരു സെലിബ്രിറ്റീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിക്കില്ല. എന്തുകൊണ്ട് നിങ്ങളെ കുറിച്ച് അങ്ങനെ അന്വേഷിച്ചൂടാ? സീരിയസ്ലി നമ്മളെ പറ്റി കൂടുതൽ ഡീപ്പായിട്ടൊന്ന് നോക്കണം. ജസ്റ്റ് ഇമാജിൻ, അത് ഞാൻ ചെയ്ത കാര്യം കേട്ടോ. ഈ കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നീട് ഞാൻ ഗ്രാജുവലി എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ നല്ല ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എനിക്ക് വേറൊരാളിൻ്റെ മുഖത്ത് നോക്കുന്ന പോലെ എനിക്കെന്തോ അറപ്പ് പോലെ ഒരു ഫീൽ ചെയ്ത്, ആ ഒരു അറപ്പിൽ നിന്നപ്പോൾ ഞാനിപ്പോൾ ഒരു 1000 ആൾക്കാർ എൻ്റെ ചുറ്റിലുണ്ടെങ്കിൽ പോലും ഞാൻ തല ഉയർത്തി എൻ്റെ ഈ ഒരു ഭംഗിയുള്ള മുഖം, ഞാൻ എപ്പോൾ നോക്കിയാലും എൻ്റെ സൗന്ദര്യം, ഞാൻ പറയും എന്നെ കാണാൻ സൗന്ദര്യം ഉണ്ടെന്ന്. കാരണം ഞാൻ ഒരിക്കലും എന്നെ കാണാൻ സൗന്ദര്യം ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിലുള്ള ആ ഒരു കുട്ടീനെ ഹേർട്ട് ചെയ്യില്ല. അതുപോലെ ആയിരിക്കും ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് പറയരുത്. നിങ്ങളെ പറ്റി നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. അതാ കുഴപ്പം. ദാറ്റ് ഈസ് ദ തിങ്. കാരണം നിങ്ങളെ പറ്റി പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണം മനസ്സിൻ്റെ ഉള്ളിൽ, ഏതെങ്കിലും വായൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വരുന്ന സമയത്ത് മറ്റു വേറൊരു വ്യക്തി നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞാലോ അത് കറക്റ്റ് അല്ല, അങ്ങനെ നിങ്ങളെ മനസ്സിൽ തോന്നും. അത് തോന്നിയിരിക്കും. ഞാനാ പറയുന്നത് ഇറ്റ്സ് അബൌട്ട് സെൽഫ് ലവ്. കാരണം നമ്മൾ അൺബോധേഡ് ആണ്. കാരണം ഈ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എടുക്കുന്ന നിങ്ങളുടെ ലൈഫിൽ സക്സസ്സോ കാര്യങ്ങളോ നേടിയെടുക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ഒപ്പീനിയന് വരും ഈ മറ്റേ കക്കൂസിൻ്റെ ഉള്ളിലെ തീട്ടത്തിന് പോലാണ്. ആ കക്കൂസിൻ്റെ ഉള്ളിൽ തീട്ടം സ്റ്റക്ക് ചെയ്ത് നിന്ന് അവൾ ഫ്ലഷ് അടിക്കില്ല. അതുപോലെയാണ് അവർ വരും കീടാണുക്കൾ മാത്രം. അവരെപ്പോഴും മറ്റുള്ള ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. ആ കുറ്റം ഒരിക്കലും നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യും. അവർ വരും തീട്ടങ്ങളാണ്, നീ ഒരു തീട്ടമല്ല. അത് മനസ്സിലാക്കണം. എപ്പോൾ വേറൊരു വ്യക്തി നിന്നെ പറ്റി കുറ്റം പറഞ്ഞ് നീ ചിന്തിക്കണേ അവരൊരു തീട്ടമാണ്, അവരെപ്പോഴും തീട്ടമായിട്ട് നിൽക്കുള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, തീട്ടത്തിനെ മനസ്സിട്ടുള്ള ആൾക്കാർ എപ്പോഴും തീട്ടങ്ങളായിട്ട് തന്നെ നിൽക്കുള്ളൂ. നീ ഒരു തീട്ടമല്ല. ദാറ്റ് ഈസ് ഇറ്റ്. സോ ഇതാണ് ഞാനിത് AI-നോടോ അല്ലെങ്കിൽ വേറെ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തിട്ടോ ഒന്നല്ല ഈ വീഡിയോ ചെയ്യണേ. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്തു. എങ്ങനെ അൺബോധഡ് ബിച്ച് ആവും. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ചെയ്തു. ബിക്കോസ് ലൈക്ക് ബിച്ച് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ ചെയ്തേ. ഇനി ഇതുപോലത്തെ കുറെ ഞാൻ ഡിസ്കവർ ചെയ്യാൻ പോവാ. ഞാൻ ഡിസ്കവർ ചെയ്ത് കുറെ വീഡിയോസ് ഇടും. സോ താങ്ക് യു സോ മച്ച് ഡാ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയരുത് കേട്ടോ. കാരണം നമ്മളെന്തിനാ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയണേ? ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ വേറൊരു വ്യക്തി നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിനെ പറ്റി കുറ്റം പറയരുത്. കാരണം എന്താ ചെയ്യുക, ആ വ്യക്തി ഒരു തീട്ടാണ്. നമ്മൾ തീട്ടത്തിനെ പറ്റി കുറ്റം പറയും. കാരണം തീട്ട ഒരുമാതിരി സ്മെല്ലേ നമുക്കറിയാം. ആ തീട്ടായതുകൊണ്ട് ആ തീട്ടത്തിന് ഒരുമാതിരി സ്മെല്ല്. അതുപോലെ അതൊരു തീട്ടാണ്. അത് അവനൊരു തീട്ടം അല്ലേ, അവളൊരു തീട്ടമായതുകൊണ്ട് നിന്നെ അങ്ങനെ ഒരുമാതിരി രീതി നോക്കുന്നത്, ഒരുമാതിരി കളയാക്കി രീതി സംസാരിക്കുന്നത്. സോ നീ എന്ത് ചെയ്യുക, അതൊരു തീട്ടമാണ്. തീട്ടങ്ങളെ ഞാൻ മൈൻഡ് ചെയ്യില്ല. സോ അങ്ങനെ ജീവിക്കാം. സോ പിന്നെ നീ വേറെ ആരും കുറ്റം പറഞ്ഞു. കാരണം നിനക്കൊരു ലൈഫില്ല, അത് ഫോക്കസ് ചെയ്യേ, അതാ വേണ്ടേ. സോ ഇത്രയുള്ള വീഡിയോ എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രിഞ്ച് അടിച്ചിട്ടുണ്ടാവും. ടു ബി ഫ്രീ യു വാണ്ട് ടു ബി ക്രിഞ്ച്. തട്ടിക്കൂട്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ പെർഫെക്റ്റ് ഒന്നല്ല, ബട്ട് ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആണ്. വീഡിയോ എടുക്കാതിരിക്കുന്ന ഞാൻ ഇടുന്നില്ല, നല്ല അതുകൊണ്ട് ഞാൻ എടുത്തത്. സോ ബൈ.